നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം രമ്യ ഗിരിജ, സർട്ടിഫൈഡ് കരിയർ കോച്ചും കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറുമാണ്. നമ്മൾ ഒരുപാട് അത്ലറ്റ്സിനെ കാണാറുണ്ട് അല്ലേ, ഒരുപാട് സ്പോർട്സ് പേഴ്സൺസിനെ കാണാറുണ്ട്. പലരും ഭയങ്കരമായി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇവരൊക്കെ മോട്ടിവേഷൻ നൽകുന്ന ആൾക്കാരും സ്ട്രെങ്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടും ഫെയില്യൂറിനെ എങ്ങനെ സക്സസ്സിലേക്ക് എത്തിക്കുന്നു എന്നതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവരുടെ പാഷൻ്റെയും സ്ട്രെങ്തിൻ്റെയും കഥകളാണ് നമ്മൾ പുറത്തറിയുന്നത്. എന്നാൽ ഈ പറയുന്ന ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവരെക്കുറിച്ച് പലപ്പോഴും നമ്മൾ അറിയാറില്ല. പക്ഷേ സ്പോർട്സ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിജയം എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്നൊരു റോ ടാലൻറ്റ് കൊണ്ട് മാത്രം നമുക്ക് അത് സാധിക്കില്ല. അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അതാണ് സ്പോർട്സ് സയൻറ്റിസ്റ്റ്. നിങ്ങളിൽ എത്ര പേരാണ് ഈ പറയുന്ന സ്പോർട്സ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നൊരു വാക്ക് കേട്ടിട്ടുള്ളത് എന്നെനിക്കറിയില്ല. ഞാൻ തന്നെ വളരെ അടുത്ത കാലത്താണ് സ്പോർട്സ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നൊരു സ്പെഷ്യലൈസ്ഡ് വിങ്ങിനെ കുറിച്ച് കേൾക്കുന്നത്. ജനറലി ഇപ്പോൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെയുള്ള കുറേ അസിസ്റ്റൻസ് ഒക്കെ ഈ സ്പോർട്സ് പേഴ്സണാലിറ്റീസിനുണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഒരു സ്പോർട്സ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ഹാർഡ് വർക്ക്, അവരുടെ ഒരു ഒബ്സർവേഷൻ ഈ പറയുന്നൊരു വ്യക്തിയുടെ പിന്നിലുണ്ട് എന്ന് ഞാൻ അടുത്തിടെയാണ് മനസ്സിലാക്കിയത്. ഒരു ക്രിക്കറ്റ് ബാറ്റിൻ്റെ വെയിറ്റ് മുതൽ ഒരു മാരത്തോണിന് പോകുന്ന ആൾക്ക് വേണ്ട ന്യൂട്രീഷൻ വരെ ഡിസൈഡ് ചെയ്യുന്നത് സ്പോർട്സ് സയൻറ്റിസ്റ്റുമാരാണ്. അല്ലാതെ ജനറലി നമ്മൾ സാധാരണക്കാർ ചെയ്യുന്നത് പോലെ ഗൂഗിളിൽ നോക്കുന്നു, യൂട്യൂബ് വീഡിയോസ് നോക്കുന്നു, ഇതെനിക്ക് സ്യൂട്ടബിൾ ആവുമെന്ന് നമ്മൾ കരുതുന്നു, കുറേ കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുന്നു. ഒരിക്കലും ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റിക്ക് അങ്ങനെ ട്രൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ്, മെൻ്റൽ ഫിറ്റ്നസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫിസിയോളജിക്കൽ തിങ്സ് ഓൾസോ. സോ അവരുടെ ഹാർട്ട് റേറ്റ് എന്താണ്, അവരുടെ ഓക്സിജൻ ലെവൽ എന്താണ്, അവരുടെ ബോഡി പാറ്റേൺ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരെ മുന്നിലേക്ക് നയിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഈ സ്പോർട്സ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു മാച്ച് നമ്മൾ കാണുന്ന സമയത്ത് നമ്മളെല്ലാവരും ആ ഗെയിം എൻജോയ് ചെയ്യും അല്ലേ. ആ പറയുന്ന വ്യക്തികളുടെ അവരുടെ മൂവ്മെൻറ്റ്സ്, അവരെങ്ങനെ പ്ലേ ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യും. ഈ സമയത്ത് ഈ എൻജോയ്മെൻ്റ് ഒന്നും ഇല്ലാതെ ആ വ്യക്തിയുടെ ഹാർട്ട് റേറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അവരുടെ ഓക്സിജൻ ലെവൽ എന്താണെന്നും അവരെപ്പോൾ ടയേർഡാവുമെന്നും അവരുടെ ബോഡിയുടെ നേച്ചർ എന്താണെന്നും അവർക്ക് എന്താണ് ഏത് സമയത്ത് ആവശ്യമെന്നും മോണിറ്റർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ സ്പോർട്സ് സയൻറ്റിസ്റ്റ്. അവർ ടെക്നോളജിയുടെ സഹായത്തോടുകൂടെ, അതായത് AI ഡ്രിവൺ ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജി ഈ പറയുന്ന ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. GPS ട്രാക്കേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ഹൈ സ്പീഡ് ക്യാമറ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവർ ട്രെയിൻ ചെയ്യുന്ന അത്ലറ്റിനെ അവർ മോണിറ്റർ ചെയ്യുന്നത്. അങ്ങനെ മൈന്യൂട്ടായിട്ട് മോണിറ്റർ ചെയ്തിട്ടാണ് ഓരോ സക്സസ്സിലേക്കും അവരെ എത്തിക്കുന്നത്. ഓരോ മൊമെൻറ്റും പെർഫെക്റ്റ് ആകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുക. സാധാരണ കളിച്ച് നടക്കുമ്പോൾ പല പാരൻസും പറയാറുണ്ട്, ഇതിലെന്തായാലും ഒരു ഭാവിയില്ല, അപ്പോൾ നീ വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ശ്രദ്ധിക്കൂ, ഈ സ്പോർട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു വിശാലമായ മേഖല നിങ്ങളുടെ മക്കളുടെ മുന്നിലുണ്ട്. അപ്പോൾ സ്പോർട്സ് സയൻറ്റിസ്റ്റ് ആവാനായി എന്ത് ചെയ്യണം എന്ന് ചോദിക്കാറുണ്ട്. ബേസിക്കലി സയൻസ് പഠിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ സാധ്യത ഈ മേഖലയിലുള്ളത്. ഇനി നമ്മൾ +2 കഴിഞ്ഞതിന് ശേഷം സ്പോർട്സ് സയൻറ്റിസ്റ്റ് ആവണം എന്ന് അമിതമായൊരാഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ എടുക്കേണ്ട കോഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ കോഴ്സ് ഗ്രാജുവേഷനിൽ എടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സ് സയൻസ് എന്ന് പറയുന്ന കോഴ്സ് തന്നെയുണ്ട്. അധികം പോപ്പുലർ അല്ല, വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ BSc ഇൻ സ്പോർട്സ് സയൻസ് എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി അതല്ലാതെ ന്യൂട്രീഷനിസ്റ്റ് ആയ ആൾക്കാർക്ക്, അതായത് ന്യൂട്രീഷൻ കോഴ്സ് പഠിച്ച ആൾക്കാർക്കും ഭാവിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനിൽ സ്പോർട്സിൽ സ്പെഷ്യലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്പോർട്സ് സയൻറ്റിസ്റ്റ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. BSc പഠിച്ചതുകൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ ചെയ്തതുകൊണ്ട് മാത്രമോ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. നിങ്ങളതിൽ ഫർദർ സ്റ്റഡീസ് നടത്തണം. അതായത് BTech ഇൻ ബയോമെക്കാനിക്സ് എന്ന് പറയുന്ന കോഴ്സ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സസ് BTechൽ തന്നെയുണ്ട്. അപ്പം അങ്ങനെ BTech കഴിഞ്ഞാലും MTech ചെയ്യാനായിട്ട് നോക്കുക. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുക എന്നുള്ളതൊരു ആവശ്യമാണ്. കാരണം ഒരു ഹയർ ലെവലിലേക്ക്, ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലെവലിലുള്ള ഒരു എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഈവൻ PhD
പോലും ഈ സ്പോർട്സ് സയൻസിൽ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ഇതിൽ തന്നെ പല മേഖലകളിൽ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. സോ ഇനി അങ്ങനെ ഒരു മേഖലയിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ കോഴ്സുകളെക്കുറിച്ച് ചിന്തിക്കുക. സ്പോർട്സിനോട് താല്പര്യമുണ്ടെങ്കിൽ അത് ഇനി തൊട്ട് നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുക. അതിലും നിങ്ങൾക്കൊരു ഭാവിയുണ്ട്. ഈ പറയുന്ന സ്പോർട്സ് സയൻറ്റിസ്റ്റായിട്ട് മാത്രമല്ല, സ്പോർട്സ് ലോയർ, സ്പോർട്സ് സൈക്കോളജിസ്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ നിന്ന് തൊഴിലവസരങ്ങളുണ്ട്. സോ ഇനി നിങ്ങൾ സ്പോർട്സിൽ താല്പര്യമുണ്ട് എന്ന് പറയുന്ന ഒരു കുട്ടിയോട് മറ്റ് സബ്ജക്റ്റുകൾ പഠിക്കാൻ പറയേണ്ടതില്ല. ഇനി ഒരു ഗെയിം കാണുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഹിഡൻ ഹീറോസ് ഈ പറയുന്ന ഓരോ അത്ലറ്റിൻ്റെ പിന്നിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ ഒരു ഹിഡൻ ഹീറോ ആവാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കേണ്ട പ്രൊഫഷനാണ് സ്പോർട്സ് സയൻറ്റിസ്റ്റ്.